ക്രിസ്തീയ ജീവിതം എന്നത് പല രീതിയിലുള്ള പ്രതിസന്ധികളുടെ മേൽ ജയം പ്രാപിച്ചുകൊണ്ട് മുന്നേറുന്നതിന് വേണ്ടിയുള്ള ഒരു ജീവിതമാണ്. പല രീതിയിലുള്ള പ്രശ്നങ്ങളിലും പല രീതിയിലുള്ള പ്രതിസന്ധികളിലും നമ്മളിങ്ങനെ അകപ്പെട്ട് കിടക്കുമ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്നും ഈ പ്രതിസന്ധികളിൽ നിന്നും എങ്ങനെയാണ് നമുക്ക് പുറത്തു വരാനായിട്ട് കഴിയുക എന്നതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കുകയാണ്. ബ്രേക്ക് ദ ബോണ്ട്, ഫൈൻഡ് ഫ്രീഡം ഫ്രം ദ അഡിക്ഷൻസ്. നമ്മൾ ഇന്ന് നേരിടുന്ന ഒരു കൂട്ടം അഡിക്ഷൻസ് ഉണ്ട്, ഒരു കൂട്ടം ആസക്തികളുണ്ട്. ഈ ആസക്തികളിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു വിമോചനം കിട്ടുന്നത്, ഈ ആസക്തികളിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് പുറത്തു വരാനായിട്ട് സാധിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക. ഇന്നത്തെ ലോകമെന്നത് ഇതുപോലെ പല രീതിയിലുള്ള ആസക്തികളുടെ പിന്നാലെ പോകാനായി ഇന്നത്തെ തലമുറ വെമ്പൽ കൊള്ളുന്ന ഒരു കാലഘട്ടമാണ്. അതിലേറെ പ്രാധാന്യമുള്ള ഒരു ഏജ് ഗ്രൂപ്പാണ് ജെൻ സി എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം. 1997 മുതൽ 2012 ജനിച്ചവരെയാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ വിഭാഗത്തിൽ വരുന്നവരുണ്ട് എങ്കിൽ നിങ്ങളൊന്ന് ഓർക്കണം. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്കൊരു 14-29 വയസ്സിനിടയ്ക്കൊക്കെ പ്രായം വരും. ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേകത, ഇവർ സാധാരണ മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് വ്യത്യസ്തരാണ്. എങ്ങനെയാണ് വ്യത്യസ്തരാകുന്നത് എന്ന് നിങ്ങൾക്കറിയാം. വ്യത്യസ്തരാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവർക്ക് നൽകുന്ന ഒരു പേരെന്ന് പറയുന്നത് സൈബോർഗ് എന്നൊരു പേരുണ്ട്. സൈബോർഗ് നിങ്ങൾ കേട്ടുണ്ടോ ഈ പേര്? ഇല്ല, അല്ലെങ്കിൽ ഇനി കേൾക്കും. സൈബോർഗ്. അപ്പോൾ സൈബോർഗ് എന്ന ഈ വാക്കിൻ്റെ പൂർണ്ണ രൂപമെന്ന് പറയുന്നത് സൈബർനെറ്റിക് ഓർഗാനിസം എന്നതാണ്. ഇനി മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ സൈബർനെറ്റിക് ഓർഗാനിസം അല്ലെങ്കിൽ സൈബോർഗ് എന്നൊരു വിഭാഗത്തിലാണ് ഇവർ പെടുന്നത്. അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഒരു അവയവമാണ് കണ്ണ്, നമ്മുടെ ശരീരത്തിലെ ഒരു അവയവമാണ് കൈ, ഒരവയവമാണ് മൂക്ക് എന്നതുപോലെ ഇവരുടെ ശരീരത്തിൻ്റെ ഒരു അവയവമാണ് ഇവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ. ഇങ്ങനെ ജീവിക്കുന്ന ഒരു തലമുറയ്ക്ക് പറയുന്ന പേരാണ് സൈബോർഗ് അല്ലെങ്കിൽ സൈബർ ഓർഗാനിസം. അപ്പോൾ ഇതില്ലാതെ ഇവർക്ക് ജീവിക്കാനായിട്ട് കഴിയില്ല. നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു അവയവം അവരുടെ ശരീരത്തിൽ നിന്ന് വെട്ടിമാറ്റുന്ന ഒരു ഫീൽ അവർക്കുണ്ടാകും. അത്രയും അവരുടെ ജീവിതത്തോട് ചേർന്ന് ഇരിക്കുന്ന ഒരു അനുഭവമാണ് ഇവർക്കുള്ളത്. ഇങ്ങനെ ജീവിക്കുന്ന ഒരു കൂട്ടം മക്കൾ, സമൂഹം, അവരാണ് ഇന്ന് ഈ ലോകത്തിൽ അടുത്തൊരു ജനറേഷനായി രൂപപ്പെട്ടു വരുന്നതും അവരുടെ ഇടയിലുള്ള പല കാര്യങ്ങളും നമുക്ക് അംഗീകരിക്കാനായിട്ട് പറ്റാത്ത ഓരോ കൂട്ടം കാര്യങ്ങളുണ്ട്. ഇവരുടെ ജീവിതത്തിൽ നേരിടുന്ന ഒരു കൂട്ടം പ്രശ്നങ്ങളുണ്ട്. നമ്മൾ നോക്കുമ്പോൾ നമുക്കത് വലിയ പ്രശ്നങ്ങളായിരിക്കാം, പക്ഷേ അവർ നോക്കുമ്പോൾ അവർക്കത് ജീവിതത്തിൻ്റെ ഒരു രീതിയായിരിക്കാം. ഈ രണ്ട് ഏജ് ഗ്രൂപ്പുകാരും കൂടെ ചേരുമ്പോൾ ഒരുമിച്ച് പോകുക കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. പൊതുവിൽ നമ്മൾ മാതാപിതാക്കൾ, മക്കൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ആമുഖമായിട്ട് പറയും. അതിൽ ഇവർ അല്ലെങ്കിൽ ബാക്കിയുള്ളവരും കൂടെ ചേർന്ന് നേരിടുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത്, നമ്മളിന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് അഡിക്ഷൻസിനെ കുറിച്ചാണ്. അഡിക്ഷൻസ് അതിലൊന്നാണ് ഈ ഡിജിറ്റൽ അഡിക്ഷൻ എന്ന് പറയും. ഡിജിറ്റൽ അഡിക്ഷൻ അതിലേറെ പ്രധാനപ്പെട്ട ഒന്നാണ് സോഷ്യൽ മീഡിയയുടെ അഡിക്ഷൻ. സോഷ്യൽ മീഡിയയുടെ ഒരു അഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കരമായൊരു സന്തോഷം കിട്ടും, ഭയങ്കരമായൊരു ആനന്ദം കിട്ടും. പണ്ട് കാലത്ത് ഈ മദ്യപിക്കുന്ന ആൾക്കാർ എന്തിനാണ് മദ്യപിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് മദ്യപിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ആനന്ദം കിട്ടും. അതാണ് അവർ പറയുന്നത്. അതിനൊരു റീസൺ എന്ന് പറയുന്നത്, അത് മദ്യപിക്കുമ്പോഴോ മറ്റേതെങ്കിലും കാര്യങ്ങളിൽ അവർ ഇടപെടുമ്പോഴോ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോഴോ ശരീരത്തിൽ നിന്ന് ഡോപ്പോമൈൻ എന്നൊരു ഹോർമോൺ പുറത്തേക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടും. ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം കിട്ടും, ഒരു ജോയ് ഉണ്ടാകും. ഇതേ ഒരു ആനന്ദം ഇന്ന് ഈ സൈബർ അഡിക്ഷനിലേക്ക് എത്തുന്നവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് രാവിലെ ഉണർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർ ആദ്യം നോക്കുന്നത് എന്താണ്? ആദ്യം നോക്കുന്നത് ഇതിനകത്ത് എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അവർ നോക്കും. പക്ഷേ മുൻകാലങ്ങളിൽ ഇച്ചിരി പ്രായമുള്ളവർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുന്നത് മറ്റൊരു കാര്യമായിരിക്കാം. എന്താണെന്നറിയാമോ? നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും രാവിലെ ന്യൂസ് പേപ്പർ വരുമായിരുന്നു. പണ്ടുള്ള ആൾക്കാർ നോക്കുന്നത് വീട്ടിൻ്റെ ഫ്രണ്ട് കതവ് തുറന്നു കഴിഞ്ഞാൽ ന്യൂസ് പേപ്പർ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കും.
അതിൻ്റെ സ്ഥാനത്ത് ഇവർ നോക്കുന്നത് ഈ ഒരു കാര്യമാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നമ്മളൊന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം. മറ്റൊന്ന് സ്മാർട്ട് ഫോണിൻ്റെ അഡിഷനാണ്. ഈ പറയുന്ന പേര് നാനോഫോബിയ എന്ന് പറയും. ഇതൊരു രോഗമായിട്ട് തീരാനുള്ള സാധ്യതയുണ്ട്. ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതൊരു രോഗമായിട്ട് തീരും. ഇന്ന് പല ഹോസ്പിറ്റലുകളിലും അതിനുള്ള കൗൺസിലിങ്ങും ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സും ഉണ്ട്. ഇതിനു വേണ്ടി കുഞ്ഞുങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സ് ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ന് നമ്മുടെ ഈ കുട്ടികളുടെ ഇടയിലൊക്കെ കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഓട്ടിസം. കേട്ടിട്ടുണ്ട്? ഓട്ടിസം. ഇന്ന് പറയുന്ന ഓട്ടിസത്തിൻ്റെ മറ്റൊരു ലെവലാണ് വെർച്വൽ ഓട്ടിസം എന്നാണ് അതിനെ വിളിക്കുന്നത്. വെർച്വൽ ഓട്ടിസം. ഓവറായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ചെറിയ പ്രായത്തിൽ മൊബൈൽ ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വെർച്വൽ ഓട്ടിസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ കാര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പാരൻസിന് ഒരുപക്ഷെ സമയം പോകുന്നതിനൊക്കെ വേണ്ടി അവർ കുഞ്ഞുങ്ങളുടെ കയ്യിലേക്ക് ഇത് കൊടുക്കുമായിരിക്കും. പക്ഷേ ഈ വെർച്വൽ ഓട്ടിസം എന്നൊരു രോഗം ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഹൈപ്പർ ആക്റ്റീവ് ആകാനുള്ള സാധ്യത കുഞ്ഞുങ്ങളിൽ ഒത്തിരി കൂടുതലാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇടയ്ക്ക് എൻ്റെ സ്നേഹിതനായിരിക്കുന്ന ഒരു അച്ഛൻ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറഞ്ഞതാണ്. അച്ഛൻ്റെ അടുക്കൽ 12 വയസ്സുള്ള ഒരു കുട്ടിയെ കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവന്നു. അവൻ്റെ പ്രശ്നം എന്നത് അവൻ മൊബൈൽ താഴെ വയ്ക്കില്ല. അതാണ് അവൻ്റെ ഒരു അഡിക്ഷൻ എന്ന് പറയുന്നത്. അഡിക്ഷൻ കൂടി വരുമ്പോൾ നമ്മൾ നമ്മുടെ പാരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പോലും നഷ്ടപ്പെട്ടു പോകും. ഇപ്പോൾ ചില കുഞ്ഞുങ്ങൾ ബിഹേവ് ചെയ്യുന്നത് നിങ്ങൾ നോക്കിയാൽ അറിയാം. 10 വയസ്സുള്ള കുട്ടി എത്ര വയസ്സിൻ്റെ രീതിയിൽ പെരുമാറും? 15 25 വയസ്സുള്ള കുട്ടിയുടെ രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. ഈ കുട്ടി ഇപ്പോൾ നമ്മളൊരു മൊബൈലിൻ്റെ ഒരു സ്ക്രീൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിവേഗത്തിൽ ഇതിങ്ങനെ സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഫാസ്റ്റാണ്. ഒരു ഗെയിം കളിക്കുമ്പോൾ അതും അതിവേഗതയാണ്. ഇതുപോലെ കുട്ടിയുടെ മാനസിക വളർച്ചയും ശരീരം ചെറുതാണെങ്കിലും അതിവേഗത്തിൽ ഫാസ്റ്റായിട്ട് വളരും. ഫാസ്റ്റ് ഗ്രോയിങ് കുട്ടിക്ക് സംഭവിക്കും. അത് സംഭവിക്കുമ്പോൾ കുട്ടിയുടെ ശരീരവും കുട്ടിയുടെ മൈൻഡുമായിട്ട് യോജിച്ചു പോകില്ല. അങ്ങനെ വരുമ്പോൾ അടുത്തൊരു ഘട്ടം കഴിയുമ്പോൾ ഇത് കുട്ടി അറിയാത്ത പല പ്രശ്നങ്ങളിലേക്കും കൊണ്ടുപോയി എത്തപ്പെടും. കാരണം 25 വയസ്സിൽ ആ കുട്ടി വയസ്സിൻ്റെ പക്വതയിൽ എത്തേണ്ട സമയത്തിന് മുമ്പ് എത്തുമ്പോൾ ആ കുട്ടിയുടെ ശരീരം, ആ കുട്ടിയുടെ മൈൻഡ് ഇത് രണ്ടും കൂടെ യോജിച്ചു പോകില്ല. അങ്ങനെ വരുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ധാരാളം കുട്ടികൾ ഇന്നത്തെ സമൂഹത്തിലുണ്ട്. ഞാനിത് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇതിന് പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സ് ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് എങ്ങനെയാണ് ഇതിൽ നിന്നൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുവരാനായിട്ട് കഴിയുക? ഇതുപോലെ ഇടയ്ക്ക് മറ്റൊരു കുട്ടി, അത് എൻ്റെ അറിവിൽ വന്ന ഒരു കുട്ടിയാണ്. ഒരു 11-13 വയസ്സിനിടയിൽ പ്രായം വരും. ഇവൻ്റെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് അവൻ ആത്മഹത്യ ചെയ്യണം. അതാണ് അവൻ്റെ ലക്ഷ്യം. അവൻ്റെ ലൈഫ് ഗോൾ ചോദിക്കുമ്പോൾ നിനക്ക് എന്തായി തീരണമെന്ന് ചോദിക്കുകയാണ്. അവനെ വിളിച്ചു നിർത്തി അവൻ്റെ പാരൻസിൻ്റെ കൊണ്ടുവന്നു മാറ്റി നിർത്തിയിട്ട് ചോദിക്കൂ, നിനക്ക് എന്താണ് നിൻ്റെ ലൈഫ് ഗോൾ, ജീവിതത്തിൽ നിൻ്റെ ലക്ഷ്യം എന്താണ്? അവൻ പറയുന്നത് എനിക്ക് സൂയിസൈഡ് ചെയ്യണം. ഇതാണ് അവൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇതുപോലെ കുട്ടിയുടെ മൈൻഡ് പല രീതിയിലേക്ക് മാറിപ്പോകാനുള്ള സാധ്യതകൾ ഈ രീതിയിൽ നമ്മൾ പല അഡിക്ഷൻസും കൃത്യസമയത്ത് മനസ്സിലാക്കിയില്ല എന്നുണ്ട് എങ്കിൽ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഴയ ഒരു രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുകയില്ല. കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഒരു പദമുണ്ട്, ഡോപ്പമൈൻ ഹിറ്റ് എന്നാണ് അതിന് പറയുന്നത്. വേഗത്തിൽ ഡോപ്പമൈൻ ഹിറ്റാകും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വല്ലാത്ത ഒരു ആനന്ദം കിട്ടും. ഈ ആനന്ദത്തിന് വേണ്ടിയാണ് ഒരു സമയം അരമണിക്കൂർ ഉപയോഗിക്കുന്ന കുട്ടി വീണ്ടും സമയം കൂടുതൽ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വളരെയധികം ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കുട്ടിയുടെ പഠന നിലവാരം എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുട്ടിയുടെ പഠന നിലവാരം പതിയെ താഴേക്ക് വരും. ആ കുട്ടിയുടെ പഠന നിലവാരം താഴേക്ക് വരും. ശ്രദ്ധ കുറയും. കുട്ടിക്കൊരു ലക്ഷ്യം ഉണ്ടാകത്തില്ല. ഞാൻ പറഞ്ഞാൽ ഈ ജെൻ സി എന്ന് പറയുന്ന കുട്ടികൾക്ക് ലക്ഷ്യങ്ങളില്ല. എന്താണ് ലക്ഷ്യങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയില്ല, അറിയില്ല അവർക്ക്. നിങ്ങൾ ചോദിക്കണം, ഈ പ്രായത്തിലുള്ള നിങ്ങളുടെ കുട്ടിക്ക് എന്താണ് ലക്ഷ്യം എന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ലൈഫ് ഗോൾ അവർക്ക് സെറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. അവിടെ മാതാപിതാക്കളുടെ സഹായം നിർബന്ധമായിട്ടും അവർക്ക് വേണ്ടി വരും. അപ്പം മാതാപിതാക്കൾ ഈ പ്രായത്തിൽ വരുന്ന കുട്ടികളെ പ്രത്യേക കെയർ കൊടുത്ത് അവരുടെ ലൈഫ് ഗോൾ സെറ്റ് ചെയ്യാൻ, അവരുടെ ജീവിതം മുന്നോട്ട് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് നിങ്ങളാണ് അവരെ സഹായിക്കേണ്ടത്. ആ ഒരു സഹായം കിട്ടിയാൽ മാത്രമേ ഈ കുട്ടികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ അവർ മുന്നോട്ട്
വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെയാണ് ജങ്ക് ഫുഡ്. ഇവർ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ പള്ളിയിലങ്ങളിലെ മക്കളെയൊന്നും ഞാൻ വലുതായിട്ട് കണ്ടിട്ടില്ല, എന്നാൽ എനിക്ക് മറ്റു പല കുട്ടികളെയൊക്കെ അറിയാം. റൂം വിട്ടിട്ട് പുറത്തിറങ്ങില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ ഒന്ന് ഓർത്ത് വേണം. റൂം വിട്ട് പുറത്തിറങ്ങില്ല. ഫുഡ് റൂമിനകത്ത് കൊണ്ടുപോയി കൊടുക്കണം. അത് മാത്രമല്ല, ബാത്റൂം പോലും അതിനകം വിട്ട് ഈ ആൾ വെളിയിറങ്ങില്ല. ഡ്രസ്സ് ഊരി അതിനകത്തിട്ടേക്കും. ഇനി ഓൺലൈൻ ഫുഡ് സമയം ഓർഡർ ചെയ്ത് റൂമിനകത്തിരുന്ന് കഴിക്കും. പുറം ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ള അഡിക്ഷൻസ് അനുഭവിക്കുന്ന മക്കൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട്. നമ്മുടെ വീടുകളിൽ ഒരുപക്ഷെ ഇല്ലായിരിക്കാം, പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട്. ഇതിൽ നിന്നൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് പുറത്ത് കൊണ്ടുവരിക എന്നത് നമ്മുടെ മേൽ ദൈവം നൽകിയിട്ടുള്ള ഒരു വലിയൊരു ചുമതലയാണ്. കാരണം ഇവരെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഈ മക്കളെ ഒന്നും നമുക്കങ്ങനെ നഷ്ടപ്പെടുത്തി കളയാനായി സാധിക്കുകയില്ല. ഈ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിലോട്ട് നമ്മൾ കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിയണം. എങ്ങനെയാണ് നമുക്കിതിന് സാധിക്കുക? വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള 5 കാര്യങ്ങളാണ് നമ്മൾ അതിനു വേണ്ടി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഈ പ്രയാസങ്ങളിലൂടെ പോകുന്ന മക്കളെ, അല്ലെങ്കിൽ ഒരു പക്ഷേ പ്രായമേറിയവരായിരിക്കാം, ഏത് അഡിക്ഷൻ ഉള്ള ആളായിരുന്നാലും, നിങ്ങൾക്കുള്ളത് ഏത് അഡിക്ഷൻ ആയിരുന്നാലും, ആ അഡിക്ഷൻ വിട്ട്, ആ ഒരു ആസക്തി വിട്ട് ഒരു സാധാരണ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ മടങ്ങി വരാൻ പറ്റും? മടങ്ങി വന്നാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറും? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായി ശ്രമിക്കുക. നമ്മളിന്ന് വായിച്ച ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 8 മുതൽ 21 വരെയുള്ള വാക്യത്തിൽ ദാനിയേലിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു അനുഭവം ഓർമ്മിപ്പിക്കുകയാണ്. ദാനിയേലിനെ ബാബിലോണിലേക്ക് പ്രവാസിയായിട്ട് പിടിച്ചുകൊണ്ട് പോയി. ദാനിയേൽ എന്ന ഈ ചെറുപ്പക്കാരനെ. ബാബിലോണിനൊരു പ്രത്യേകതയുണ്ട്. ബാബിലോണിൽ കൾച്ചർ എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ഈ ഇസ്രായേലിലെ ജനങ്ങൾ, അല്ലെങ്കിൽ ഇവർ ജീവിച്ചിരുന്ന യഹൂദന്മാരുടെ ഒരു കൾച്ചറോ രീതിയോ ഒന്നും ആയിരുന്നില്ല അവിടെ. ബാബിലോണിൻ്റെ രീതി മറ്റൊന്നായിരുന്നു. അതിൽ ഒന്ന് വിഗ്രഹാരാധന എന്നതാണ്. അവിടെ മാർദൂക്ക് എന്നൊരു ദേവനുണ്ടായിരുന്നു. മാർദൂക്ക് എന്ന ദേവനും അതുപോലെ ഉപദേവന്മാരുമുണ്ട്. ഇവരുടെ ക്ഷേത്രങ്ങളിൽ പ്രധാനമായിട്ടും ഇവർ ആരാധന അർപ്പിക്കുമ്പോൾ സമർപ്പിക്കുന്നത് ഭക്ഷണമാണ്. ഈ ഭക്ഷണം അവിടെ സമർപ്പിക്കും. ഈ ഭക്ഷണമാണ് അവിടെ സമർപ്പിച്ചതിന് ശേഷം രാജാവിൻ്റെ കൊട്ടാരത്തിനുള്ളിൽ വിളമ്പുന്ന പ്രധാന ഭക്ഷണം. അങ്ങനെ രാജകൊട്ടാരത്തിനുള്ളിൽ ഈ ഭക്ഷണമാണ് വിളമ്പുന്നത്. ഇവരോട് ആവശ്യപ്പെടുന്നുണ്ട് ഈ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട്. ആ രീതികളോട് ചേർന്ന് വരാനായി ആസക്തി വരത്തക്ക രീതിയിൽ അവരെ പ്രലോഭിപ്പിക്കുകയാണ്. മറ്റൊന്ന്, അവരുടെ ഭാഷ അവർ നിർബന്ധമായിട്ട് പഠിപ്പിക്കുന്നു. അവരുടെ ശാസ്ത്രം പഠിപ്പിക്കുന്നു, മന്ത്രവാദം പഠിപ്പിക്കുന്നു, ശകുനം നോക്കാൻ പഠിപ്പിക്കുന്നു, സ്വപ്ന വ്യാഖ്യാനമെല്ലാം അവരുടേതായ രീതിയിൽ ഈ ചെറുപ്പക്കാരെ പഠിപ്പിക്കാനായി ശ്രമിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ആ ഭാഗത്തെ നമ്മൾ മനസ്സിലാക്കാനായി ശ്രമിക്കേണ്ടത്. അവിടെ നമ്മൾ പരിചയപ്പെടുമ്പോൾ ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ ദാനിയേൽ എങ്ങനെയാണ് തൻ്റെ മുന്നിൽ വരുന്ന ഈ പ്രശ്നത്തെ അതിജീവിക്കുന്നത് എന്നത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ജീവിതം വളരെ മനോഹരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കും. അവിടെ ഒരു ഷണ്ഡാധിപനുണ്ട്. ഷണ്ഡാധിപൻ, അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ കുറച്ചുകൂടെ താഴോട്ട് നോക്കുമ്പോൾ അറിയാം, അശ്പനാശ് എന്നാണ്. അപ്പോൾ ഈ ഷണ്ഡാധിപൻ എന്ന് പറഞ്ഞാൽ ആ ദേശത്ത് രാജാവിൻ്റെ കൊട്ടാരത്തിലോ രാജാവിൻ്റെ പ്രധാനപ്പെട്ട ഇടങ്ങളിലോ ഓരോ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി രാജാവ് നിയമിച്ചാക്കിയിട്ടുള്ള പുരുഷന്മാരാണ് ഇവരെന്ന് പറയുന്നത്. ഇവരെ ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്ന ഒരു രീതി എന്ന് പറയുന്നത് പുരുഷന്മാരെ ഇങ്ങനെയുള്ള ജോലികൾക്ക് വേണ്ടി, കൊട്ടാരത്തിലെ അതിപ്രധാനമായ ജോലികൾക്ക് വേണ്ടി ഇവർ ശേഖരിക്കും. ഇവർക്ക് കല്യാണം കഴിക്കാൻ പാടില്ല. ഈ പുരുഷന്മാരെ ഈ ജോലികൾക്ക് വിളിച്ചതിന് ശേഷം, സെലക്ട് ചെയ്തതിന് ശേഷം അവരുടെ പ്രത്യുൽപാദന ശേഷിയെ അവർ നീക്കം ചെയ്യും, അല്ലെങ്കിൽ വന്ധ്യംകരിക്കും ഈ പുരുഷന്മാരെ. അതിനുശേഷം ഇവരെ കൊട്ടാരത്തിൽ ജോലികൾക്ക് വേണ്ടി നിയമിക്കും. ലക്ഷ്യമെന്നത് ഇവരിലൂടെ മറ്റ് ഒരു തെറ്റും ആ കൊട്ടാരത്തിനുള്ളിൽ വരാനായിട്ട് പാടില്ല എന്നതുകൊണ്ട് ഇവരെ വന്ധ്യംകരിച്ചതിന് ശേഷമാണ് കൊട്ടാരത്തിലെ ജോലികൾക്ക് വേണ്ടി നിയമിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരെ ഷണ്ഡന്മാരെന്ന് പറയുന്നത്. പുതിയ നിയമത്തിൽ നമ്മൾ പറയുമ്പോൾ ജന്മനാ ഷണ്ഡന്മാരായിട്ടുള്ളവരുമുണ്ട്, എന്നാൽ ചുമതലകൾക്ക് വേണ്ടി ഷണ്ഡന്മാരാക്കിയവരുമുണ്ട് എന്ന് നമ്മൾ വായിക്കും. അങ്ങനെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെ ഷണ്ഡന്മാരാക്കുക എന്നൊരു
കൾച്ചറുള്ള ഒരു ദേശമായിരുന്നു അത്. എന്നാൽ നമ്മൾ ഇസ്രായേലിലേക്ക് വരുമ്പോൾ അവിടെ അങ്ങനെ ഒരു പ്രത്യേകതയില്ല. എന്നാൽ നമ്മൾ പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എത്യോപ്യയിലെ രാജ്ഞിയുടെ ഷണ്ണൻ എന്ന് പറയുകയാണ്. അത് വേറൊരു കൾച്ചറാണ്. അവിടെ ഒരു വ്യക്തിയുടെ പ്രത്യുൽപാദന ശേഷിയെ നശിപ്പിച്ചുകൊണ്ട് ആ വ്യക്തിയെ ദുരുപയോഗം ചെയ്യുന്ന ഒരു കൾച്ചർ ഇല്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ഒരു കൾച്ചർ എവിടെയുണ്ട്? ബാബിലോണിലുണ്ട്. ഒരാൾക്ക് കൊട്ടാരത്തിലൊരു ജോലി വേണമെന്നുണ്ടെങ്കിൽ, പ്രധാന ജോലി വേണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി വന്ധ്യംകരിക്കപ്പെടണം. രണ്ടാമത് ആ വ്യക്തി വിവാഹം കഴിക്കാനായിട്ട് പിന്നെ അദ്ദേഹത്തിന് പെർമിഷൻ ഇല്ല, ഫാമിലി ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ആ വ്യക്തി പൂർണ്ണമായിട്ടും രാജനിയമങ്ങൾക്ക് വിധേയപ്പെട്ട് ജീവിക്കണം. അതായത് ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിയമപരമായിട്ടും ശരീരപരമായിട്ടും ഇവരുടെ രീതി അനുസരിച്ച് ഇവർ കട്ട് ചെയ്ത് കളയും. അല്ലെന്നുണ്ടെങ്കിൽ ആ നിയമപ്രകാരം അവർ മറ്റെല്ലാ കാര്യങ്ങളും കട്ട് ചെയ്ത് മാറ്റി ഈ രീതിയിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു കൾച്ചറാണ് അവിടെ കൊട്ടാരത്തിനുള്ളിൽ ശുശ്രൂഷ ചെയ്തിരുന്നവർക്ക് ഇവർ നൽകിയിരുന്നത്. അങ്ങനെ ഈ ഷണ്ടാധിപൻ എന്ന ഈ വ്യക്തിയെ അവിടെ കൊണ്ട് ആൾക്കുകയാണ്. അപ്പോൾ ആ ദേശത്തിൻ്റെ കൾച്ചർ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. ഒന്ന്, ഇവർക്ക് കുടുംബജീവിതം നയിക്കാനായി പെർമിഷൻ ഇല്ല. ഇവർക്ക് അവരുടെ ശാരീരികപരമായിട്ട് പല കാര്യങ്ങളും ശാസ്ത്രപരമായി അവർക്ക് മാറ്റേണ്ടതായിട്ട് വരുന്നു. ഇങ്ങനെ ദൈവം അനുവദിച്ചത് മനുഷ്യനോട് കുടുംബമായി വസിക്കാനും തലമുറകളിലൂടെ ദൈവത്തിൻ്റെ മഹത്വം അനുഭവിക്കാനും ഒക്കെയാണ്. അതിന് വിരുദ്ധമായിട്ട് ഒരു പുതിയ കൾച്ചറുള്ള ഒരു ഇടമാണ് ഇവർ താമസിക്കുന്ന ബാബിലോൺ എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നോക്കിയാൽ ഇതുപോലത്തെ ഒരു കൾച്ചർ നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ ഇല്ലായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കാണാനായിട്ട് കഴിയുമായിരിക്കും. ഇന്ന് പുരുഷനും തമ്മിൽ വിവാഹം കഴിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ വിവാഹം കഴിക്കാനായിട്ട് താല്പര്യമില്ല, പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെ വിവാഹം കഴിക്കാനായിട്ട് താല്പര്യമില്ല. ആ ഒരു രീതിയിൽ നമ്മൾ ഈ പറഞ്ഞു വരുന്ന ഇവിടുത്തെ കൾച്ചർ, ബാബിലോണിൻ്റെ കൾച്ചർ നമ്മുടെ നാട്ടിൽ ഇന്ന് എത്തപ്പെട്ടിട്ടുണ്ട്. പല കുഞ്ഞുങ്ങളുടെയും പല കുടുംബങ്ങളിലും ഇന്ന് അനുഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണിത്. കുടുംബജീവിതത്തിലേക്ക് അവരെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ പല വിവാഹമോചനങ്ങളിലേക്കും എത്തുന്നതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളും ഞാൻ ഈ പറഞ്ഞതിനകത്ത് ഉൾപ്പെടും. അങ്ങനെ ബാബിലോണിൻ്റെ കൾച്ചർ ഞാൻ ഈ പറഞ്ഞതിനകത്തുണ്ട്. ഈ ഒരു ബാബിലോണിൻ്റെ കൾച്ചറിന് ഇടയിലാണ് ദാനിയേൽ എത്തപ്പെടുന്നത്. ദാനിയേലിനെ ട്രെയിൻ ചെയ്യുന്ന മനുഷ്യൻ ഈ രീതിയിലുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് കിട്ടിയ ട്രെയിനിങ് അനുസരിച്ച് ദാനിയേലിനെ ട്രെയിൻ ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിനുള്ള നിയോഗം. ഈ ഒരു നിയോഗം നിലനിൽക്കെ ഈ ഷണ്ണാധിപൻ ദാനിയേലിനെ ട്രെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ദാനിയേലിനെ ആ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് ജീവിതത്തിൽ ഈ കാര്യങ്ങൾ ചെയ്ത് മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ, ബാബിലോണിൻ്റെ കൾച്ചർ അനുസരിച്ച് പോകണമെന്നുള്ള ഒരു നിർബന്ധിതമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് എത്തപ്പെടേണ്ടി വരുമ്പോൾ ദാനിയേൽ 8-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം പറയുകയാണ്. ഞാൻ രാജാവിൻ്റെ ഭോജനം കൊണ്ടും രാജസന്നദ്ധിയിൽ വിളമ്പുന്ന വീഞ്ഞുകൊണ്ടും എന്നെ അശുദ്ധമാക്കിയില്ല എന്ന് ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കുകയാണ്. ദാനിയേൽ ആദ്യം ചെയ്തൊരു കാര്യം, ദാനിയേൽ ഹൃദയത്തിൽ ഒരു തീരുമാനം എടുത്തു. അപ്പോൾ നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ചില അഡിക്ഷൻസിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ, ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കണ്ട എന്നുണ്ടെങ്കിൽ ആരാണ് ആദ്യം തീരുമാനിക്കേണ്ടത്? നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ആദ്യം തീരുമാനിക്കണം. സാഹചര്യങ്ങളെല്ലാം വളരെ അനുകൂലമാണ്, പക്ഷേ ദാനിയേൽ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കുകയാണ്. എനിക്ക് ഈ അഡിക്ഷൻ വേണ്ട എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്, ഹൃദയത്തിൽ നിശ്ചയിക്കുകയാണ്. അപ്പോൾ ഒന്നാമത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു വ്യക്തി ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഇതിനെതിരെ ലൈഫിലേക്ക് മടങ്ങി വരാനുള്ള ഒരാഗ്രഹം ഉണ്ടാകണം. മദ്യപാനമായിരുന്നാലും മറ്റ് ലഹരി മരുന്നുകളായിരുന്നാലും, ഞാൻ ഈ പറഞ്ഞ ഈ വെർച്വൽ അഡിക്ഷൻ ആയിരുന്നാലും ഡിജിറ്റൽ അഡിക്ഷൻ ആയിരുന്നാലും ഏത് തന്നെയായിരുന്നാലും ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ആദ്യം ആഗ്രഹം ഉണ്ടാകണം, എനിക്ക് ഇത് വിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പുറത്തു വരണമെന്നൊരു ആഗ്രഹം ഉണ്ടാകണം. ദാനിയേലുണ്ട് ഒന്നാമത്തെ ആഗ്രഹമാണ്. ഹൃദയത്തിൽ ദാനിയേലിന് ആ ഒരു ആഗ്രഹം ഉണ്ടായി. ഈ ഒരു ആഗ്രഹം നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ആദ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളുടെ ഫസ്റ്റ് ഫേസ് നമുക്ക് കടക്കാനായിട്ട് കഴിയും. രണ്ടാമത് നമ്മൾ വായിക്കുന്നത് 9-ാമത്തെ വാക്യം,
ദൈവം ദാനിയേലിന് ഷണ്ഡാധിപൻ്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. ദാനിയേൽ ഹൃദയത്തിൽ ആഗ്രഹിച്ചപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ ദാനിയേലിനെ ആര് സഹായിച്ചു? ദൈവം സഹായിച്ചു. ദൈവം ദാനിയേലിന് ഈ ഒരു കാര്യം അനുവർത്തിക്കത്തക്ക രീതിയിൽ ദൈവം ദയയും കരുണയും ദാനിയേലിനോട് കാണിക്കുകയാണ്. ദൈവം ദാനിയേലിനോട് ദയയും കരുണയും കാണിച്ചു. അപ്പം നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ആര് നമ്മെ സഹായിക്കും? ദൈവം നമ്മളെ സഹായിക്കും. ദൈവത്തിൻ്റെ സഹായം ആദ്യം തുടങ്ങേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ്. രക്ഷപ്പെടണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സഹായിക്കാൻ രണ്ടാമത്തെ ഘട്ടത്തിൽ ദൈവം കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ഏത് പ്രശ്നത്തിലൂടെയാണോ കടന്നു പോകുന്നത്, ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുവാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരാഗ്രഹം ഉണ്ടാകണം. നമ്മുടെ ഹൃദയത്തിൽ ഒരാഗ്രഹം ഉണ്ടാകണം, ഈ പ്രശ്നത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരണം. അങ്ങനെ ഒരാഗ്രഹം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ ഏത് പ്രശ്നത്തിലൂടെയാണോ നിങ്ങൾ പോകുന്നത്, ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുവാൻ ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ ദയയും നിങ്ങളോട് കൂടെ ദൈവം നൽകി നിങ്ങളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനായി സഹായിക്കും. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഹൃദയത്തിൽ രക്ഷപ്പെടണമെന്നുള്ള ഒരു ആഗ്രഹം വേണം. രണ്ടാമത്, അത് ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കരുണ അവരോട് കാണിക്കും. മൂന്നാമത് നമ്മൾ മനസ്സിലാക്കുന്നത് 12-ാമത്തെ വാക്യത്തിലാണ്. 12-ാമത്തെ വാക്യത്തിൽ ഇവർ പറഞ്ഞു, ഞങ്ങളെ ഒരു 10 ദിവസം ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് പറയുകയാണ്. 10 ദിവസം ഒന്ന് പരീക്ഷിച്ച് നോക്കാനായിട്ട് പറയുകയാണ്. അതായത് ഈ ശീലങ്ങളൊന്നും ഇല്ലാതെ 10 ദിവസം ഞങ്ങൾ ജീവിക്കുന്നത് എങ്ങനെയാണ് എന്ന് അവരോട് ഒന്ന് നോക്കാനായിട്ട് പറയുകയാണ്. ചില ശീലങ്ങൾ നമുക്ക് മാറ്റിവെക്കാനായിട്ട് കഴിയില്ല. ചില ശീലങ്ങൾ നമ്മുടെ കൂടെ കൂടിയതാണ്. കുറച്ച് ദിവസം നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങൾ തീരുമാനമെടുത്തിട്ട് ഇത്ര ദിവസം ഞാൻ എൻ്റെ ഈ ശീലം, ഈ അഡിക്ഷൻ മാറ്റിവെക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊരു തീരുമാനമെടുത്ത് നിങ്ങളൊന്ന് ടെസ്റ്റിന് നിങ്ങൾ വിധേയപ്പെടണം. ചിലപ്പോൾ ഒരു 2 ദിവസമായിരിക്കും ഒരു കാര്യം നിങ്ങൾ മാറ്റിവെക്കുന്നത്, അല്ലെങ്കിൽ ഒരു 3 ദിവസത്തേക്കായിരിക്കും. എന്നാൽ ഇവിടെ ഇവർ ചെയ്യുന്ന എത്ര ദിവസമാണ്? 10 ദിവസം ഇത് വേണ്ട, ഞങ്ങളിങ്ങനെ നോക്കിക്കൊള്ളാം എന്നവർ പറയുകയാണ്. ഒരു ടെസ്റ്റിന് വിധേയപ്പെടുകയാണ്. അപ്പോൾ ചില അഡിക്ഷൻസ്, ചില ശീലങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കാലയളവ് നിങ്ങൾ സ്വയം നിങ്ങളെ വിധേയപ്പെടുത്തി കൊടുക്കണം. നിങ്ങളാണ് അതിനുവേണ്ടി നിങ്ങളെ വിധേയപ്പെടുത്തി കൊടുക്കണം. ഇത്ര ദിവസം എനിക്ക് ഈ കാര്യം വേണ്ട, അല്ലെങ്കിൽ ഇത്ര സമയം ഞാൻ എൻ്റെ ഈ ആവശ്യം മാറ്റിവെക്കുകയാണ്. ഞാൻ എൻ്റെ ഈ ഒരു അഡിക്ഷൻ, അതിനുവേണ്ടി ഞാൻ വേർതിരിക്കുന്ന സമയം, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഒരു ദിവസത്തിൽ ഇത്ര സമയം ഞാൻ മാറ്റിവെക്കുകയാണ്. അങ്ങനെ ഒരു തീരുമാനം പുറത്തു നിന്ന് ആർക്കും വന്ന് എടുത്തു തരാനായിട്ട് കഴിയില്ല. ഇവിടെ ആരാണ് ആ തീരുമാനം കൈക്കൊള്ളുന്നത്? ദാനിയേലാണ്. സ്വയമായിട്ടൊരു തീരുമാനം എടുക്കുകയാണ്. ഇത്ര ദിവസം ഞങ്ങളെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക, 10 ദിവസം. ആ ഒരു സമയം നിങ്ങൾ ഇതുപോലെ വേർതിരിക്കണം. മൂന്നാമതായി നമ്മൾ 15-ാമത്തെ വാക്യത്തിലോട്ടെത്തും. 15-ാമത്തെ വാക്യത്തിലെത്തുമ്പോൾ ടെസ്റ്റ് കഴിഞ്ഞു. 10 ദിവസം കഴിഞ്ഞതിന് ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടെ ഇതിനേക്കാളും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരുമാണ് എന്ന് കണ്ടു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ചില അഡിക്ഷൻസ് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ മുഖം ഇതുപോലെ ശോഭിക്കും. ചില പ്രശ്നങ്ങൾ നമ്മളിൽ നിന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ, ചില ബന്ധനങ്ങൾ നമ്മളിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കെട്ടിവെച്ചിരിക്കുന്ന ചില പ്രശ്നങ്ങൾ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഇതുപോലത്തെ വലിയൊരു പ്രസാദം ഉണ്ടാകും. നമ്മൾ ചിലപ്പോൾ പറയത്തില്ലേ, അവൻ്റെ മുഖത്ത് നോക്കിയാൽ തന്നെ നല്ലൊരു പ്രകാശം ഉണ്ടെന്ന് പറയും. മുഖത്ത് ഈ ഒരു പ്രകാശം വരും. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ മുറിക്കകത്ത് അമിതമായിട്ട് സമയം വേർതിരിച്ച് മൊബൈലിൻ്റെയും സ്ക്രീനിൻ്റെയൊക്കെ ഫ്രണ്ടിലിരിക്കുന്ന ഒരു കുട്ടിയുടെ മുഖത്തേക്ക് നിങ്ങൾ രാവിലെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മുഖത്തൊരു പ്രകാശവും കാണില്ല. ഉറക്കമില്ല. ഉറങ്ങുന്നത് അസമയത്താണ്. 12 മണിക്ക്, 1 മണിക്ക്, 2 മണിക്കൊക്കെ ഉറങ്ങുന്നു. രാവിലെ എഴുന്നേൽക്കുന്ന സമയമെന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. രാവിലെ നമ്മളൊരു 7 മണിക്കകത്ത് ഉണർന്ന് എഴുന്നേൽക്കേണ്ടതായിരിക്കെ ഈ കുട്ടി ചിലപ്പോൾ ഉണർന്ന് എഴുന്നേൽക്കുന്നത് ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല, ലഞ്ചിൻ്റെ സമയത്ത് ഉണർന്ന് എഴുന്നേൽക്കുന്നു. ചിലപ്പോൾ ഫസ്റ്റ് ഫുഡ് കഴിക്കുന്നതിന് എത്ര മണിക്കായിരിക്കും? വൈകുന്നേരം 4 മണിക്കായിരിക്കും. ലൈഫ് മുഴുവനായിട്ട് ഷിഫ്റ്റ് ആവുകയാണ്. അവിടെയാണ് പറയുന്നത്, ഇവർ 10 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവരുടെ മുഖത്ത് വലിയൊരു ശോഭയുണ്ടായിരുന്നു. ഇവരുടെ മുഖത്ത് നല്ലൊരു മുഖപ്രസാദമുണ്ടായിരുന്നു. അവരുടെ മുഖത്ത്, ശരീരത്തൊക്കെ പുഷ്ടിയുണ്ടായിരുന്നു. 15-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു, അവർ സകല ബാലന്മാരെക്കാളും അഴകുള്ളവരായിരുന്നു, അവർ മാംസപുഷ്ടിയുള്ളവരുമായിരുന്നു. അപ്പോൾ നമ്മുടെ മക്കൾ, അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത്, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ ഈ ഒരു പുഷ്ടി ഉണ്ടാകാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, മനസ്സിനൊരു വെളിച്ചം നിങ്ങൾക്ക് കടന്നു വരാനായിട്ട് ആഗ്രഹമുണ്ട് എങ്കിൽ
നിങ്ങൾക്ക് ഏത് കാര്യമാണോ നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്തത്, ആ ഒരു കാര്യം മാറ്റാനായി ഈ രീതിയിൽ നിങ്ങൾ സ്വയം തീരുമാനിക്കണം. സ്വയം തീരുമാനിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മാറാൻ പറ്റൂ. പുറത്ത് നിന്ന് ആർക്കും വന്ന് നിങ്ങളെ മാറ്റാനായിട്ട് കഴിയുകയില്ല. നിങ്ങൾ നന്നാവണമെന്ന്, നമ്മൾ നന്നാകണമെന്ന് നമ്മൾ വിചാരിക്കണം. ഏറ്റവും ഒടുവിൽ ഒരു കാര്യം അവിടെ സംഭവിക്കുകയാണ്. എന്താണ് ഇവർക്ക് ജീവിതത്തിൽ മറ്റുള്ളവരെക്കാളും ഈ അഡിക്ഷൻസിലേക്ക് എത്താതെ മാറി വന്നപ്പോൾ അവരുടെ ലൈഫിലുണ്ടായ മാറ്റം? നമ്മൾ വായിക്കുന്നു 20-ാമത്തെ വാക്യത്തിൽ രാജാവ് അവരോട് ജ്ഞാനസംബന്ധമായി വിവേക സംബന്ധമായി ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചു. ഈ കാര്യങ്ങൾ അവരോട് ചോദിക്കുമ്പോൾ നിങ്ങൾ നോക്കുക, അവരോട് ഇതൊക്കെയും ചോദിക്കുമ്പോൾ തൻ്റെ രാജ്യത്തെല്ലായിടവുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും ഇവർ 10 ഇരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു. അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ ഈ ചില അഡിക്ഷൻസ് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം 10 ഇരട്ടി ശോഭിക്കും എന്നുള്ളതാണ്. മറ്റുള്ളവരെക്കാൾ 10 ഇരട്ടി വളർച്ച ദൈവം നമ്മുടെ ജീവിതത്തിൽ തരും. ഇവരുടെ ബുദ്ധി 10 മടങ്ങ് വർദ്ധിക്കുകയാണ്. ഇവരുടെ വിവേകം 10 മടങ്ങ് വിവേകമുള്ളതായിട്ട് മാറുകയാണ്. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠന നിലവാരങ്ങളിലേക്ക് നിങ്ങൾ നോക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാലിബർ നിങ്ങളൊന്ന് നോക്കണം. അവർക്ക് ഈ 10 ഇരട്ടി മുകളിലേക്ക് കയറാനായിട്ട് ദൈവം ഒരു സാധ്യത കൽപ്പിച്ചു വച്ചിട്ടുണ്ട്. പല കുട്ടികളും ഒരു പരിധി വരെ നന്നായിട്ട് പഠിച്ചു വരും. ഏതെങ്കിലും ഒരു അഡിക്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അടുത്തൊരു ലെവലിലേക്ക് വളരാനായിട്ട് കഴിയില്ല. പക്ഷേ ദൈവം ഈ കുട്ടിയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ആ വ്യക്തിയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? മറ്റുള്ളവരെക്കാളും 10 മടങ്ങ് ജ്ഞാനത്തിലും വിവേകത്തിലും എല്ലാ കഴിവിലും വളർന്നു വരണമെന്ന് ദൈവത്തിന് പദ്ധതിയുള്ള ഒരു കുട്ടിയെ, ഒരു വ്യക്തിയാണ് ഏതെങ്കിലും ഒരു അഡിക്ഷനിൽ പോയതിന് ശേഷം 10 മടങ്ങ് പിന്നിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് 10 മടങ്ങ് വളർച്ചയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി വച്ചിട്ടുള്ളത്. സാധാരണ വ്യക്തിയേക്കാളും മുകളിൽ ഒരു വളർച്ച ദൈവം നമുക്ക് വച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എത്താനായിട്ട് ശ്രമിക്കണം. ഇതിലേക്ക് ഇങ്ങനെ പോകുമ്പോഴായിരിക്കും നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ആരോടെങ്കിലും ഒരു പ്രണയം ഉണ്ടാകുന്നത്. ഈ പ്രണയം ഒരു അഡിക്ഷനായിട്ട് മാറിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? കുട്ടിയുടെ പഠന നിലവാരം പതിയെ താഴോട്ട് വരും. നിങ്ങൾ നോക്കിയാലറിയാം, കുട്ടിയുടെ ആഗ്രഹങ്ങൾ മാറും, കുട്ടിയുടെ ലൈഫ് പ്ലാൻ മാറും. അങ്ങനെ വരുമ്പോൾ ദൈവം ഈ കുട്ടിയെ ഒരു 10 മടങ്ങ് മുകളിൽ എത്തിക്കാനായി ആഗ്രഹിച്ച സ്ഥാനത്ത് നിന്ന് കുട്ടി വളരാതെ അവിടെ തന്നെ നിൽക്കും. ഞാൻ ഈ പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ ഇതുപോലെ ഇത് ഓരോരുത്തരുടെ ജീവിതത്തിലും ഈ ഒരു അഡിക്ഷൻസ് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഓരോരുത്തരും കണ്ടെത്തണം. ഓരോരുത്തരും നിങ്ങളുടെ അഡിക്ഷൻ എന്താണ്? ചിലർക്ക് ഒരുപക്ഷെ മൊബൈലിൽ സമയം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കാം, ചിലർക്ക് ഏതെങ്കിലും ഭക്ഷണത്തോടുള്ള ലഹരിയായിരിക്കാം, ചിലർക്കെന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് ഒരു ലഹരിയായിരിക്കാം, ചിലർക്ക് യാത്രകൾ ചെയ്യുന്നത് ഒരു ലഹരിയായിരിക്കാം. ഇങ്ങനെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോരോ ലഹരികളുണ്ട്, ഓരോരോ അഡിക്ഷൻസ് ഉണ്ട്. അമിതമായിട്ട് നിങ്ങൾ ഏതിനോടാണോ താല്പര്യം കാണിക്കുന്നത് അതിനാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. അതിനെ നിങ്ങൾ കണ്ടെത്തണം. കണ്ടെത്തിയിട്ട് അതിനു വേണ്ടി കൊടുക്കുന്ന സമയം മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു പ്രശ്നം മാറിപ്പോവുകയും നിങ്ങളെക്കുറിച്ചുള്ള വലിയൊരു പദ്ധതി ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന് നിങ്ങൾ അതിലേക്ക് എത്തിക്കുകയും ചെയ്യും. അതിനുവേണ്ടി ചെയ്യേണ്ട 5 സ്റ്റെപ്പുകളാണ് ഞാൻ പറഞ്ഞു തന്നത്. അതിലിനി ഒരു കാര്യം കൂടെ ഉണ്ട്. ദാനിയേലിന് ഇതിലേക്ക് എത്താനായിട്ട് ദൈവം സഹായമായിരുന്നത് പോലെ ദാനിയേലിന് 3 നല്ല സുഹൃത്തുക്കൾ കൂടെ ഉണ്ടായിരുന്നു. മനസ്സിലായോ? നല്ല സൗഹൃദങ്ങൾ ചില ശീലങ്ങൾ ഒഴിവാക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് നല്ല സൗഹൃദങ്ങളുണ്ടോ? നിങ്ങൾ നോക്കണം. നിങ്ങൾക്ക് നല്ല കൂട്ടുകാരുണ്ടോ? ദാനിയേലിനെ വഴിതെറ്റിക്കാത്ത 3 കൂട്ടുകാർ ദാനിയേലിനുണ്ടായിരുന്നു. ഈ കൂട്ടുകാർ പല അഡിക്ഷനിലേക്കും അവരെത്തപ്പെടാതിരിക്കാൻ ഒരു കാരണമായിരുന്നു. പണ്ടൊക്കെ നമ്മുടെ കവലകളിൽ നമുക്ക് നല്ല കൂട്ടുകാരുണ്ടായിരുന്നു, നാട്ടിൽ നമ്മൾക്ക് നല്ല കൂട്ടുകാരുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ കൂട്ടും സൗഹൃദവും ഒക്കെ ഏതിനുള്ളിലാണ്? ഒരു സമൂഹ മാധ്യമത്തിനുള്ളിലാണ്. ആ മാധ്യമങ്ങൾക്കുള്ളിലുള്ള സൗഹൃദങ്ങൾ മാത്രമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിലേക്ക് എത്താനായിട്ട് നമുക്ക് പ്രധാനമായിട്ട് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകണം. ദാനിയേൽ എങ്ങനെ ഈ അഡിക്ഷനെ അതിജീവിച്ചു എന്ന് പറഞ്ഞാൽ, ദാനിയേലിന് നല്ല 3 സുഹൃത്തുക്കളുണ്ടായിരുന്നു. നിങ്ങളെ വഴിതെറ്റിക്കാത്ത, തെറ്റായ ശീലത്തിലേക്ക് നിങ്ങളെ വഴിതിരിച്ചു കൊണ്ടുപോകാത്ത, നല്ല സ്വഭാവ രീതിയുള്ള, ദൈവഭയമുള്ള 3 കൂട്ടുകാർ ദാനിയേലിനുണ്ടായിരുന്നു. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾക്ക് എത്ര നല്ല സ്നേഹിതരുണ്ട്? ആ സ്നേഹിതർ ആരൊക്കെയാണ്? അവർ നിങ്ങളെ ഏതെങ്കിലും തിന്മയിലേക്ക് കൊണ്ടുപോകുന്നോ, നന്മയിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നോ?
ഞാൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഒന്നുകൂടെ വരാം. വളരെ കൃത്യതയോടുകൂടി നിങ്ങളൊന്ന് മനസ്സിലൊന്ന് കൊണ്ടുവരണം. ഒത്തിരി അഡിക്ഷൻ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. പക്ഷെ നമുക്ക് ഇത് കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് ലൈഫിലേക്ക് കയറി വരാൻ പറ്റില്ല. അതിനുവേണ്ടി എങ്ങനെയാണ് നമുക്ക് കഴിയേണ്ടത്? അതിന് ദാനിയേൽ ഒന്നാമത് ചെയ്യുന്നത്, ദാനിയേൽ ഹൃദയത്തിൽ സ്വന്തമായിട്ട് ആഗ്രഹിച്ചു. ഞാൻ എന്നെ തെറ്റിക്കില്ല എന്ന് ദാനിയേൽ ആഗ്രഹിച്ചു. ഒന്ന്, നമുക്കൊരാഗ്രഹം ഉണ്ടാകണം. നമുക്ക് ആഗ്രഹം ഉണ്ടായാൽ ആര് നമ്മളെ സഹായിക്കും? ദൈവം നമ്മളെ സഹായിക്കും. ദൈവം സഹായിക്കുമ്പോൾ നമ്മൾ അടുത്ത് എന്ത് ചെയ്യണം? നമ്മളൊന്ന് ടെസ്റ്റിന് വിടണം നമ്മളെ. എനിക്കിത് പറ്റുന്നുണ്ടോ? ഒരു ദിവസം നോക്കണം, 2 ദിവസം നോക്കണം, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു 5 ദിവസം നോക്കണം, അല്ലെങ്കിൽ 1 മണിക്കൂർ നോക്കണം, 2 മണിക്കൂർ നോക്കണം. ദാനിയേൽ പറഞ്ഞു 10 ദിവസം നിങ്ങൾ നോക്കിക്കോ, ഞങ്ങളൊന്ന് നോക്കട്ടെ എന്നവർ പറഞ്ഞു. 10 ദിവസം ഇവർ ശാഖപദാർത്ഥം കഴിച്ച് ആ രീതിയിൽ മുന്നോട്ട് പോയി. അപ്പോൾ ആ ടെസ്റ്റിന് വിധേയപ്പെട്ടു. അടുത്ത ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം എന്താണ് വന്നത്? ടെസ്റ്റ് ജയിച്ച വന്നൊരു പരീക്ഷയാണ്. നോക്കിയപ്പോൾ പറഞ്ഞു, മറ്റുള്ളവരെക്കാളും മുഖത്ത് ശോഭയുണ്ട്, അഴകുണ്ട്, സൗന്ദര്യമുണ്ട്. നിങ്ങളുടെ മുഖത്ത്, നിങ്ങളുടെ ശരീരത്ത് ആ ഒരു പുഷ്ടിയും സന്തോഷവും സൗന്ദര്യവും ഒക്കെ മറ്റുള്ളവർക്ക് കാണാൻ പറ്റണം. ചിലത് വിട്ടു വരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രസരിപ്പ് നിങ്ങളുടെ മക്കളുടെ നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഞാൻ 4 കാര്യങ്ങൾ പറഞ്ഞു. 5ാമത്തെ കാര്യം, ഈ ടെസ്റ്റ് ജയിച്ചു, അടുത്ത് ഒരു റിവാർഡ് കിട്ടുകയാണ്. എന്താണ് റിവാർഡ്? അവിടെ ഉണ്ടായിരുന്ന മറ്റെല്ലാവരെക്കാളും 10 മടങ്ങ് ഇവർ ഏറ്റവും മിടുക്കരെന്ന് പറയുകയാണ്. അപ്പം നിങ്ങൾക്ക് ഒത്തിരി മിടുക്കുണ്ട്, ഒത്തിരി മികവ് നിങ്ങൾക്കുണ്ട്. അതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ചില ശീലങ്ങളെ ഉപേക്ഷിക്കണം. അതിന് ദാനിയേലിനെ സഹായിച്ചത് ആരായിരുന്നു? ദൈവം കഴിഞ്ഞാൽ 3 നല്ല സുഹൃത്തുക്കൾ. നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകണം, നിങ്ങളെ വഴിതെറ്റിക്കാത്ത സുഹൃത്തുക്കൾ. പലരും പറയാറുണ്ട്, ഞങ്ങൾ വഴിതെറ്റിയതിന് കാരണം ആരാണെന്ന് പറയും? എന്തെന്ന് പറയും? കൂട്ടുകെട്ടാണെന്ന് പറയും, സുഹൃത്തുക്കളാണെന്ന് പറയും. എന്നാൽ ദാനിയേൽ വഴിതെറ്റാതിരുന്നതിന് കാരണം ആരായിരുന്നു? സുഹൃത്തുക്കളായിരുന്നു. നല്ല സൗഹൃദങ്ങൾ നമുക്കുണ്ടാകണം. നമ്മുടെ മക്കൾക്ക് ഇന്നില്ലാതെ പോകുന്നത് ഈ നല്ല സൗഹൃദങ്ങളാണ്. ഈ ഒരു 6 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏത് വലിയ ബന്ധനം, ഏത് വലിയ അഡിക്ഷൻ, ഏത് വലിയ പ്രശ്നമായിരുന്നാലും നമുക്കതിനെ ഓവർകം ചെയ്ത് പുറത്തു വരാൻ പറ്റും. നിങ്ങൾ ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നിങ്ങളെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് അടിമപ്പെടുത്തുന്ന, ഏതെങ്കിലും തെറ്റായ കാര്യങ്ങളിലേക്ക് നിങ്ങളെ പ്രലോഭിപ്പിച്ചു കൊണ്ടുപോകുന്ന ഏതെങ്കിലും സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണോ? അല്ല. ആ സൗഹൃദത്തെ സ്റ്റോപ്പ് ചെയ്യാനും കൂടെ നിങ്ങൾക്ക് കഴിയണം. ആ സൗഹൃദം വേണ്ടെന്ന് വയ്ക്കാനും കൂടെ നമുക്ക് കഴിയണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് നല്ല ബന്ധങ്ങൾ കെട്ടിപ്പടുത്ത് നമ്മുടെ ജീവിതത്തിലെ ചില അഡിക്ഷൻസിനെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ശ്രമിക്കാം. ദാനിയേലിൻ്റെ ജീവിതത്തിലെ ഈ 5 വഴികൾ നമുക്കതിന് സഹായകമാകട്ടെ.